ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് RRB JEE സിവിൽ ടോപ്പിക്സ് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. അപ്പം നമുക്ക് അതിന് മുന്നേ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മൾ എൻട്രി ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സിവിൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട്. അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് എക്സാം പ്രിപ്പറേഷന് പല എക്സാം എഴുതിയിട്ടും ലിസ്റ്റിൽ വരാത്തവർ, എന്തുകൊണ്ടാണ് ലിസ്റ്റിൽ വരാത്തത്, അല്ലെങ്കിൽ ബേസിക് ക്രാക്ക്, അതായത് നമ്മുടെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്, നമ്മൾ ഫ്രം ദി സ്ക്രാച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാനും കോൺസെപ്റ്റ് മനസ്സിലാക്കി സബ്ജക്ട്സ് അറിഞ്ഞ് ഇഷ്ടത്തോടു കൂടി എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ മോൾഡ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ്. ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, ജസ്റ്റ് ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്ന RRB JEE സിവിൽ ടോപ്പിക്സ് നമ്മൾ എങ്ങനെ പഠിക്കും എന്നുള്ളതാണ്. അപ്പോൾ RRB JEEയിൽ നമുക്കറിയാം 2 ടയറായിട്ടാണ് എക്സാം നടക്കുന്നത്. CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. CBT 1 എന്ന് പറയുന്ന കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള എക്സാം ആണ്. അതായത് നോൺ ടെക്നിക്കൽ കണ്ടന്റ് മാത്രമാണ് നമുക്കതിന് ചോദിക്കുക, ടെക്നിക്കൽ കണ്ടന്റ് ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ CBT 1ൻ്റെ മാർക്ക് ഒരിക്കലും നമ്മുടെ എക്സാമിന് എടുക്കുന്നതുമില്ല, അത് നിയർലി ഒരു ക്വാളിഫയിങ് ക്രൈറ്റീരിയ മാത്രമാണ് CBT 2. അപ്പോൾ ഇവിടെ നമ്മുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്ന ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി CBT 2 തന്നെയാണ്. അപ്പോൾ CBT 2ൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആരാണ്? ടെക്നിക്കൽ കണ്ടന്റാണ്. അതുകൊണ്ട് തന്നെ റെയിൽവേ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് സ്ട്രോങ് ആവുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ RRB JEEയുടെ സിലബസ് ഡിസ്കഷനൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ സിലബസ് പ്രകാരം നമുക്കറിയാം അത്യാവശ്യം നമ്മുടെ ബേസിക്സ് മുതൽ കുറച്ച് നമ്മൾ എക്സാംസിന് ഇതുവരെ ഒരു എക്സാമിനും പഠിച്ചിട്ടില്ലാത്ത നമ്മുടെ കൺസ്ട്രക്ഷൻ മെഷീനറി പോലെയുള്ള ടോപ്പിക്സും കൂടി അഡീഷണലി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ നമ്മൾ എങ്ങനെ പഠിച്ചെടുക്കണം, സിസ്റ്റമാറ്റിക് ആയിട്ട് ഹൗ ക്യാൻ വി അപ്രോച്ച് CBT 2 എക്സാം, അല്ലെങ്കിൽ ടെക്നിക്കൽ സിവിൽ ടോപ്പിക്സ് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ CBT 2 എക്സാം എന്ന് പറയുന്നത് നമുക്ക് CBT 1 കഴിഞ്ഞതിന് ശേഷം വലിയ ഗ്യാപ്പില്ല നടക്കുന്ന ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ CBT 1 കഴിഞ്ഞിട്ട് CBT 2 പഠിക്കാമെന്ന് പറയുന്നത് ഒരിക്കലും റിലയബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ല. അതുകൊണ്ട് തന്നെ CBT 2ന് CBT 1-നൊപ്പം തന്നെ പാരലലി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ CBT 2-നകത്ത് നമുക്ക് എല്ലാ സബ്ജക്ട്സും തിയറി ആയിട്ട് ഇപ്പോൾ നമുക്ക് പറയുവാണെങ്കിൽ നമ്മുടെ ബേസിക്സ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട്. ബേസിക് ആയിട്ടുള്ള സബ്ജക്ട്സ് ലൈക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉണ്ട്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് മാത്രമല്ല, നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, സ്ട്രക്ചറൽ അനാലിസിസിൻ്റെ ചെറിയ പോർഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ RCC ഉണ്ട്, സ്റ്റീലുണ്ട്. ഇതൊക്കെയാണ് ശരിക്കും നമുക്ക് വില്ലന്മാരായിട്ട് നിൽക്കാൻ പോകുന്ന സബ്ജക്ട്സ്. അപ്പോൾ ഈ സബ്ജക്ട്സ് ഒക്കെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ബാക്കി GT, എൻവയറമെൻറ്റൽ, ട്രാൻസ്പോർട്ടേഷനൊക്കെ ഒരുവിധം നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും, ബിക്കോസ് തിയറി അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇവിടെ കോൺക്രീറ്റ് ടെക്നോളജിയും കൂടെ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ RCC, കോൺക്രീറ്റ് ടെക്നോളജി, MOS, STA, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, സ്റ്റീൽ, ഇവരെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അതായത് നമുക്ക് ബേസ് വരേണ്ടത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇയാളെ നല്ലപോലെ പഠിച്ചിട്ട് മാത്രം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ സബ്ജക്റ്റ് എടുക്കുന്ന സമയത്ത് ചിലപ്പം നിങ്ങൾ സബ്ജക്ട്സിൽ തിയറി സബ്ജക്ട്സിൽ സ്ട്രോങ് ആയിട്ടുള്ള ആളുണ്ടാവും, സ്ട്രക്ചറൽ സബ്ജക്ട്സ് വീക്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് CBT 1ൻ്റെ കൂടെ തന്നെ എല്ലാ ദിവസവും നിശ്ചിത സമയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്ട്രക്ചറൽ സബ്ജക്ട്സിന് ടൈം കണ്ടെത്തുക. നിങ്ങൾ വീക്കർ ഏരിയ, ചിലർ സ്ട്രക്ചറൽ സബ്ജക്ട്സ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, പക്ഷേ തിയറി സബ്ജക്ട്സ് ഭയങ്കര വീക്കായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ CBT 1ൻ്റെ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്തുകൂടെ ചെയ്യുക, നമ്മുടെ നോൺ സ്ട്രക്ചറൽ സബ്ജക്ട്സ് കൂടെ പഠിക്കാനായിട്ട് നോക്കാം. അപ്പം ഇതിൻ്റെ ഒക്കെ ബേസിക്സ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് വൈസ് നിങ്ങൾ അറിഞ്ഞിരുന്നേ പറ്റും. പിന്നെ RRB JEE എന്ന് പറയുന്നത് നമുക്ക് നോർമലി ബാക്കി നമ്മുടെ സ്റ്റേറ്റ് എക്സാംസ് അതുപോലെ തന്നെ നമ്മുടെ SSC JEE ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും വർഷവും സിമ്പിളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CBT 2 എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് വെർച്വൽ കാൽക്കുലേറ്ററിൻ്റെ സഹായത്തോടു കൂടി എക്സാം എഴുതേണ്ടി വരും. അപ്പോൾ വെർച്വൽ കാൽക്കുലേറ്റേഴ്സ്, ഇഫ് വി ആർ പെർമിറ്റഡ് ടു യൂസ് വെർച്വൽ കാൽക്കുലേറ്റേഴ്സ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലെവലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ തിയറി കുറേ പഠിച്ചെടുക്കാം. തിയറി നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സബ്ജക്ട്സ് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. തിയറി പഠിച്ചു കഴിഞ്ഞ് ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്ക് എന്താ സംഭവിക്കുക, നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ മനസ്സിലാക്കണം. ആൻഡ് ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ മനസ്സിലാക്കിയാൽ മാത്രമേ എക്സാമിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് RRBയുടെ തന്നെ എടുക്കാം, PYQs, അതുപോലെ തന്നെ SSC JEEയുടെ ക്വസ്റ്റ്യൻസ് എടുക്കാം. ഇത് രണ്ടുമാണ് ബേസിക് ലെവൽ. നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് RRB JEEയുടെയും SSC JEEയുടെയാണ്.
ഈ 2 ലെവലിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നു അല്ലെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുക. ഈ 2 ലെവലിലെയും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ 2 പാർട്ടിലെയും ക്വസ്റ്റ്യൻസ് ഇഫ് യു ക്യാൻ അപ്രോച്ച് ഇറ്റ് വെരി ഈസിലി, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ലെവലെത്തി ആദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന എണ്ണം 20 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ചിലപ്പോൾ അരമണിക്കൂർ എടുത്തത് പിന്നീട് അത് 15 മിനിറ്റിനകത്ത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ലെവൽ ഇൻക്രീസ് ചെയ്യും, ടൈം കുറഞ്ഞു വരും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ലെവൽ സ്വിച്ച് ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് പോവുക. അതായത് അതർ സ്റ്റേറ്റ് PSC എക്സാംസ് ചെയ്യാം. PSC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാം. അതർ സ്റ്റേറ്റ് PSC, അതായത് എല്ലാ സ്റ്റേറ്റും PSC എക്സാംസ് നടത്താറുണ്ട്. സിവിലിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ എടുത്ത് AE JE എക്സാംസ് ഉണ്ട്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ RRB SSC JEയുടെ PYQs വർക്കൗട്ട് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് സ്വിച്ച് ടു അതർ സ്റ്റേറ്റ് PSC. ഇത് നമുക്ക് ചെയ്യാനായിട്ട് യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിൻ്റെ ബുക്കുണ്ട്, യൂത്ത് കോമ്പറ്റീഷൻ ടൈംസ്, ഇതാണ് പബ്ലിക്കേഷൻസിൻ്റെ പേര്. അപ്പോൾ ഈ ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം എല്ലാ സ്റ്റേറ്റിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിനകത്ത് കിട്ടും. ഇപ്പം ജിയോ ടെക്നിക്കൽ കൺസോൾട്ടേഷൻ എന്നൊരു ചാപ്റ്റർ എടുക്കുവാണെങ്കിൽ ഒരു 400 ക്വസ്റ്റ്യൻ ആ ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ 400 ക്വസ്റ്റ്യന് ചിലപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ പഠിച്ച തിയറി വിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഒരു തവണ ഈ 400 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് ഒരു ഉറപ്പുമില്ല. ഈ ചെയ്ത ക്വസ്റ്റ്യൻസ്, ഈ RRB JE SSC JE ഫസ്റ്റ് ലെവലിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ചെയ്യുക. ഒരു മാസം നമ്മൾ ചെയ്തു, ഒരു മാസം നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വർക്കൗട്ട് ചെയ്യുക. സമയം കിട്ടുമ്പോഴെല്ലാം ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ പിന്നെയും ചെയ്യുക. യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിൻ്റെ 200-300 ക്വസ്റ്റ്യൻസ് മിനിമം ഓരോ ചാപ്റ്ററിൽ നിന്നും ഓരോ ടോപ്പിക്കിൽ നിന്നുണ്ട്. അപ്പോൾ അതും ചെയ്ത് തന്നെ വീണ്ടും ചെയ്യുക. അപ്പോൾ ഈ ലെവൽ മതി നമ്മുടെ RRB JEയുടെ പ്രിപ്പറേഷൻ. പക്ഷേ AE ലെവലാണെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് വരും. AE ലെവലിൻ്റെ കാര്യമല്ല ഇവിടെ നമ്മൾ പറയുന്നത്, RRB JE എക്സാമിനാണ്. സോ ഈ 3 പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് വൺസ് യു ഹാവ് കംപ്ലീറ്റഡ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് നിങ്ങൾക്ക് ഫെമിലറൈസ് ചെയ്യുന്നതും ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സ്പീഡും അക്യുറസിയും കൂടും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പായിട്ടും ഗ്യാരണ്ടി തരാം. ഇനി CBT 2-ൽ വെർച്വൽ കാൽക്കുലേറ്റേഴ്സ് പെർമിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഇപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്ക് കാൽക്കുലേറ്ററിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ചെയ്യുക. അപ്പം ഈ ഒരു ലെവൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയവർ ഓരോ ടോപ്പിക് വൈസ് നിങ്ങൾ റിവൈസ് ചെയ്തൊരു ലെവൽ എത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങിയാൽ മാത്രം പോരാ, കണ്ടിന്യൂസ്ലി ആ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോവുകയും ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യും. പിന്നീട് ഈ ക്വസ്റ്റ്യൻ എവിടെ കണ്ടാലും ചിലപ്പോൾ ചെയ്യാതെ പോലും നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റിയെന്ന് വരും. അതുപോലെ തന്നെ തിയറി ക്വസ്റ്റ്യൻസ്, പുതിയ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോവുകയും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പുതിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കത്തില്ല. അവിടെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ വളരെ നല്ലൊരു റിലാക്സ്ഡ് ഫീൽ വരും. ഇതെല്ലാം ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻ, ഇതെല്ലാം ഞാൻ കണ്ട ക്വസ്റ്റ്യനാണ് നിങ്ങളോട് തന്നെ കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റും. അതുകൊണ്ട് പഠിച്ച കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി ഓരോ ടോപ്പിക്സ് കവർ ചെയ്യുന്നതിനോടൊപ്പം CBT 1-ന് പ്രിപ്പറേഷനൊപ്പം തന്നെ CBT 2 സൈഡ് വൈസ് കൊണ്ടുപോവുക. സൈഡ് വൈസിൽ CBT 2 ഓരോ ടോപ്പിക്സ് കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ ലെവലിലുള്ള ക്വസ്റ്റ്യൻസൂടെ ചെയ്യുക. നിങ്ങൾക്ക് CBT 2 ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നമ്മുടെ എൻട്രി ടീം നിങ്ങളോടൊപ്പം ഉണ്ട്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. മാത്രമല്ല ഫ്രീ വെബിനാർസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ട് ഈ ചാനലിനകത്ത്. അതുപോലെ തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്യുക. RRB JEയുടെ കോഴ്സിനെ കുറിച്ച് അറിയാനുമുള്ള ഡീറ്റെയിൽസ് ആ ഫോം തന്നെ ഫില്ല് ചെയ്താൽ മതിയാവും. താങ്ക് യു ഓൾ.